അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗമമണ്ഡലത്തിലേക്ക് നമ്മളെ പടച്ചുവിട്ടു. നമ്മുടെ മുന്നിൽ നന്മയിൽ നിന്ന് മാറ്റി സഞ്ചരിപ്പിക്കുന്ന എല്ലാ മേഖലകളെയും നമ്മുടെ മുന്നിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് യഥാർത്ഥമായ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുക എന്ന കഠിന പ്രയത്നത്തിന് വേണ്ടി വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ആരംഭപ്പൂവായ മുത്തനബി പറഞ്ഞത്, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവെന്നത് നാളെ ആഖിറ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടത്തേക്ക് വേണ്ടി കൃഷി ഇറക്കാനും വിളവ് കൊയ്യാനുമുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്നത്. എന്നാൽ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖാലിഖായ റബ്ബിന് നമ്മളോട് ധാരാളം കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് ആ കരുണയുണ്ടായതുകൊണ്ടാണല്ലോ നിസ്കരിക്കാത്തവനും ഇന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, നിസ്കരിക്കാത്ത മനുഷ്യനും ഭക്ഷണം കഴിക്കുന്നുണ്ട്. നിസ്കരിക്കുന്ന മനുഷ്യൻ ശ്വസിക്കുന്ന അതേ വായു തന്നെയാണ് നിസ്കരിക്കാത്തവനും ശ്വസിക്കുന്നത്. അത് റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അതേ സ്ഥാനത്ത് അങ്ങനെ ഒരു കാരുണ്യം പടച്ച റബ്ബിന് ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാവുമായിരുന്നു. എന്നാൽ അടിമകളാകുന്ന നമ്മളോട് പടച്ച റബ്ബിന് ധാരാളം കാരുണ്യമുണ്ടെങ്കിലും ധാരാളമായി ആത്മീയമായി ഉയരാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഇതിൽ നിന്നെല്ലാം നമ്മളെ വ്യതിചലിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതിന് പടച്ച റബ്ബിൽ നിന്ന് അനുവാദം ഇബ്ലീസ് വാങ്ങിയതുമാണ്. അപ്പോൾ ഇബ്ലീസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു പ്രവൃത്തിയും മനുഷ്യനെ കൊണ്ട് ഇബ്ലീസ് ചെയ്യിപ്പിക്കുന്നത് ഇബ്ലീസിൻ്റെ വക്താവായി നമ്മുടെ പ്രഭാതം, നമ്മുടെ ഒരു ദിവസത്തെ നാം ആക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെന്നെത്തുന്നതെല്ലാം ഓരോ അപാകതകളിലും അബദ്ധങ്ങളിലുമായിരിക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ റജീമായ പിശാചിൻ്റെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ അടുക്കൽ പിശാച് വരും. അവൻ്റെ അടുക്കൽ പിശാച് വന്നുകൊണ്ട് അവൻ്റെ പിരടിയിലൊരു 3 കെട്ട് കെട്ടുമെന്നാണ്. ഈ 3 കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ കെട്ടുകളിൽ നിന്നൊരു കെട്ടും പൊട്ടിക്കാതെയാണ് രാവിലെ അവൻ്റെ പ്രഭാതത്തെ അവൻ ഉണരുന്നതെങ്കിൽ, അവൻ്റെ ദിവസത്തെ അവൻ മാറ്റുന്നതെങ്കിൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാണ്. പിന്നെ മാതാപിതാക്കളെ അനുസരിക്കാനോ അതല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കാനോ അതല്ലെങ്കിൽ കൃത്യമായി പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യാനോ അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അള്ളാഹുവും അവൻ്റെ റസൂലും പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാനോ ഉള്ള ഒരു സന്മനസ് അള്ളാഹുവിന് കൊടുക്കൂല. കാരണം എന്താണ്? അവൻ്റെ ദിവസത്തിൻ്റെ തുടക്കം തന്നെ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി. അപ്പോൾ പിശാച് നമ്മുടെ അടുക്കലൊക്കെ വന്നിട്ട് നമ്മുടെ പിരടിയിൽ 3 കെട്ട് കെട്ടും. മാത്രമല്ല ഓരോ കെട്ടുകൾ കെട്ടുന്ന സമയത്തും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഓരോ കെട്ട് കെട്ടുന്ന സമയത്തും പിശാച് പറയുമത്രേ, അലൈക ലൈലുൻ തവീൽ, ഇനിയും രാത്രി ഒരുപാട് സുദീർഘമാണ്. എവിടെ? സുബഹി ബാങ്കിന് 2 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ബാങ്ക് അവന് കേട്ടിട്ടുണ്ടാവില്ല. ബാങ്കിൻ്റെ ശേഷമായിരിക്കാം ഒരു പക്ഷേ ഈ കെട്ട് കെട്ടിയിട്ടുണ്ടാവുക. അവനോടത് മന്ത്രിച്ച് കെട്ടുന്നത്, അലൈക ലൈലുൻ തവീൽ, രാവ് ഇനിയും ഒരുപാട് ദൈർഘ്യമുണ്ട്, അതുകൊണ്ട് സുഖമായി ഉറങ്ങിക്കോളൂ. ഉറങ്ങാൻ ഏറ്റവും സുഖമുള്ള സമയം ഏതാ? രാത്രിയോ? അല്ല, രാത്രി നമ്മൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും. സുബഹിയോടടുത്തൊരു മനുഷ്യൻ ജമാഅത്തായി നിസ്കരിക്കണമെന്ന് മനസ്സിൽ കരുതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ സുബഹിയോടടുത്ത ആ സമയക്കാരൻ അവനക്ക് ഏറ്റവും കൂടുതൽ സുന്ദരമായി ഉറക്കു വരിക ആണ്. അതല്ല നമ്മൾ ചിന്തിക്കുകയാണ്, ബാങ്ക് ഇപ്പോൾ വിളിക്കും, ഒരു 5 മിനിറ്റ് കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അന്നത്തെ സുബഹി പരമാവധി എന്ത് ചെയ്യും? നഷ്ടപ്പെടും ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇബ്ലീസ് വന്നുകൊണ്ട് അലൈക ലൈലുൻ തവീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കെട്ടിടുകയാണ്. എന്നാലോ ഈ 3 കെട്ടുകളെയും പൊട്ടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ 3 കെട്ടുകളും പൊട്ടിക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല. ഹബീബായ മുസ്തഫ നബി തങ്ങൾ പറയുകയാണ്, ഇദസ്തൈഖള, നിങ്ങൾ ആ ഉറക്കിൽ നിന്ന് ഉണരുകയാണെങ്കിൽ ആ ഉറക്കിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ
ഹബീബായ മുത്തുനബി പഠിപ്പിച്ചല്ലോ. നമ്മളെല്ലാവരും ഉറക്കിൽ നിന്നുണർന്നാൽ ചൊല്ലേണ്ടതുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാച് മന്ത്രിച്ച് കെട്ടിയ ഒരു കെട്ട് പൊട്ടുകയാണ്. ആരെങ്കിലും ചൊല്ലാറുണ്ടോ ദിക്ർ? അതിന് നമ്മൾ നേരത്തെ നീക്കണ്ടല്ലേ. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാച് നമ്മളെ മന്ത്രിച്ച് നമ്മളെ ബന്ധവസ്ഥരാക്കി കഴിഞ്ഞ ആ 3 എണ്ണത്തിൽ ഒരു കെട്ടുപൊട്ടുകയാണ്. അല്ലാഹുവിൻ്റെ ദിക്റങ്ങ് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഓരോ കെട്ട് കെട്ടുമ്പോഴും പറയുന്നത് എന്താണ്? അലൈക ലൈലുൻ തവീൽ, രാത്രി എത്രയോ സുദീർഘമാണ്, ഒരുപാട് സമയം നിനക്ക് ഉറങ്ങാനുണ്ട്, ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഉണർത്തുകയാണ്. അങ്ങനെ ഒന്നാമത്തെ കെട്ടുപൊട്ടുന്നത് നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്. കാരണം ഉറക്കമെന്നത് അത് മരണത്തോട് തുല്യമുള്ളൊരവസ്ഥയാണ്. മരണത്തോട് തുല്യമുള്ളൊരവസ്ഥയാണ്. എത്രയോ ആളുകൾ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാത്തവരുണ്ട്, ഉറക്കത്തിൽ മരണപ്പെട്ടവരുണ്ട്. നേരം വെളുത്തെഴുന്നേറ്റ് വരാൻ സമയമായിട്ട് കാണാതെ വന്നപ്പോൾ പോയി തട്ടി വിളിക്കുമ്പോൾ ശരീരം ഐസായിട്ടുണ്ട്. ഉറക്കത്തിലെപ്പോഴോ മരണം സംഭവിച്ചു. നമ്മൾ അതിനെ പേരിട്ട് വിളിക്കും സൈലൻ്റ് അറ്റാക്കാണെന്ന്. പക്ഷേ സഹോദര, ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഒന്നാമത്തെ കെട്ടുപൊട്ടുകയാണ്. മാത്രമല്ല, അവൻ ഉളൂ ചെയ്ത് കഴിഞ്ഞാലോ രണ്ടാമത്തെ കെട്ടും പൊട്ടുകയാണ്. ഇനി അവന് നിസ്കരിക്കാനുള്ളത് നിസ്കാരമാണ്. ഒന്നുകിൽ അവൻ തഹജ്ജുദായിരിക്കും നിസ്കരിക്കുന്നത്, അതല്ലെങ്കിൽ അവൻ്റെ സുബ്ഹിയുടെ ജമാഅത്ത് സുബ്ഹി നിസ്കാരമായിരിക്കും. ഈ നിസ്കാരം കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ ആ പിശാച് നമ്മുടെ പിരടിയിൽ കെട്ടിയ 3 കെട്ടുകളും പൊട്ടുകയാണ്. അങ്ങനെ 3 കെട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അവൻ നിസ്കരിക്കുകയും ചെയ്താൽ മൂന്നാമത്തെ കെട്ടും പൊട്ടിക്കുകയാണ്. അങ്ങനെ 3 കെട്ടുകളും പൊട്ടിക്കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവൻ നല്ല ഉന്മേഷത്തോടെ നല്ല ആരോഗ്യമുള്ള ശരീരമായി മനസ്സുകൊണ്ടും അവൻ്റെ ശരീരം കൊണ്ടും അവൻ നല്ല സംതൃപ്തിയോടെ നേരം പുലരുന്നതാണ്. അഥവാ ഈ 3 കെട്ടും പിരടിയിൽ തൂക്കിക്കൊണ്ടാണ് അവൻ്റെ രാവിലെ അവൻ ഉണരുന്നതെങ്കിൽ, അഥവാ ദിക്ർ ചൊല്ലിയിട്ടില്ല, അവൻ ഉളൂ ചെയ്തിട്ടില്ല, അവൻ നിസ്കരിച്ചിട്ടില്ല, ഒരു നാൽക്കാലിയെ പോലെയാണ് അവൻ്റെ ജീവിതമെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ. അവനെ പോലെ മോശമായത് വേറൊന്നില്ല. അത്രയും വലിയ മടിയനായിട്ട് മൂഢനായിട്ട് അവൻ നേരം വെളുപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതൊരു തിന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും, ഏതെല്ലാം തിന്മകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ടെങ്കിലും, അതിൻ്റെയൊക്കെ പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് നമ്മൾ പിശാചിൽ നിന്ന് രക്ഷ നേടുന്നില്ല എന്നതാണ്. മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ബസ്ര താഴ്വാരത്തിലൂടെ നടന്നു പോകുമ്പോൾ ആ ബസ്രയുടെ താഴ്വാരത്തിലൂടെ തൻ്റെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ആളുകൾ തടുത്തു വെച്ചിട്ട് പറഞ്ഞല്ലോ, മഹാനായ അബൂ ഇസ്ഹാഖ് തങ്ങളെ, ഞങ്ങൾ എത്രയോ കാലമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ദുആക്ക് ഇന്നേ വരെ പടച്ച റബ്ബ് ഉത്തരം തന്നിട്ടില്ല. അള്ളയാണെങ്കിലോ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഉദഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അള്ളാഹിൻ്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്രയും കാലം ദുആ ചെയ്തിട്ട് പടച്ച റബ്ബ് ഞങ്ങളെ ദുആ സ്വീകരിച്ചിട്ടില്ല. ആ സമയത്ത് അതിൻ്റെ കാരണം പറഞ്ഞു തന്നിട്ട് പോയാൽ മതിയെന്ന് ആ ബസറക്കാരാകുന്ന ആളുകൾ മഹാനാകുന്ന ഇബ്രാഹിം അദ്ഹം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടെന്ന് പറഞ്ഞു, 10 കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഖൽബ് മരിച്ചിട്ടുണ്ട്. ആ 10ഉം ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ അതിലൊരു കാര്യമായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തത്, നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ ഈ പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന്. പക്ഷെ ആ പിശാച്
പിശാചിൽ നിന്ന് നിങ്ങൾ എന്തേ ഓടിയകലാത്തത്? പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആ പിശാചിൽ നിന്ന് നിങ്ങൾ ഓടിയകലാതെ അവൻ്റെ എല്ലാ തിന്മയാർന്ന വഴികളും നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിശാചിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാലല്ലാതെ ഒരു നന്മയുടെ വക്താവായി മാറാൻ, പടച്ചറബിന് ദിക്ർ ചൊല്ലാൻ, അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ, പടച്ചറബിൻ്റെ പരിശുദ്ധമായ ഖുർആനെന്ന് പാരായണം ചെയ്യാൻ ഒരിക്കലും സഹോദര നമുക്ക് സാധ്യമല്ല. ഒരു മനുഷ്യന് മദ്യപിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഏതൊരു തിന്മയാണോ അവൻ ചെയ്യുന്നതെങ്കിലും അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ അടിത്തറ കിടക്കുന്നത് അവൻ്റെ ദിവസത്തെ അവൻ ഉന്മേഷമുള്ളവനാക്കുന്നില്ല എന്നതാണ്. അഥവാ ഈമാനികവും അതുപോലെ ഭൗതികവുമായ ഉന്മേഷത്തിലേക്ക് അവൻ്റെ ശരീരത്തെ കൊണ്ടുവന്നാലേ അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അതിനെ ത്യജിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെന്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, നാട്ടിലെന്തെല്ലാം അനാവശ്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും, ഏത് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശക്തി ഇബ്ലീസാണ്. അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അത്രത്തോളം വലിയ പ്രയാസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ഈമാനോടുകൂടെ അവൻ ജീവിക്കുക എന്നത് ആഖിറുസ്സമാൻ അടുക്കുമ്പോൾ അണപ്പല്ല് കൊണ്ട് തീ കടിച്ച് പിടിച്ചതിനേക്കാളും കാഠിന്യമാണ് ആഖിറുസ്സമാനിൽ ഈമാനോടെയുള്ള ജീവിതമെന്ന് പറയുന്നത്. നാട് മുഴുവനും ലഹരിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ കൈമലർത്തുകയാണ്. മക്കളെ നിയന്ത്രിച്ചിട്ട് കിട്ടുന്നില്ല. 30 35 വയസ്സുള്ള ചെറുപ്പക്കാരെ പറ്റിയല്ല മാതാപിതാക്കൾക്ക് പറയാനുള്ള പരാതി. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +2വിനും പഠിക്കുന്ന മക്കളെക്കുറിച്ചാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെയുള്ള അവസ്ഥകളാണെങ്കിൽ മറ്റൊരു വശത്ത് കൂടെ പടച്ചറബിൻ്റെ വലിയ വലിയ പരീക്ഷണങ്ങളാണ്. മാറാ രോഗങ്ങൾ നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. തീരാത്ത കടങ്ങൾ, പ്രതിസന്ധികൾ തന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഇദാ സനൽ അബ്ദു, ഒരു അടിമ വ്യഭിചരിച്ചാൽ, ഒരു മനുഷ്യൻ ഹറാമായ രീതിയിൽ ഒരു വ്യഭിചാരം നടത്തിക്കഴിഞ്ഞാൽ, ഔ ശരിബൽ ഖംറു, അല്ലെങ്കിൽ അവൻ മദ്യപിച്ചു എന്നിരിക്കട്ടെ, ഒരാൾ കള്ള് കുടിക്കുകയോ അതല്ലെങ്കിൽ മദ്യപിക്കുകയോ ചെയ്തു എന്നിരിക്കട്ടെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നസഅല്ലാഹു അൻഹുൽ ഈമാൻ, അവനിൽ നിന്ന് അല്ലാഹു ഈമാനിനെ വലിച്ചൂരുന്നതാണ്. എങ്ങനെ? ഏതുപോലെ എന്നറിയോ? കമാ യഖ്ലഉൽ ഇൻസാനു അൽ ഖമീസ്, നമ്മുടെ കമീസ്, നമ്മുടെ ഷർട്ടല്ലേ, ഷർട്ടൊക്കെ നമ്മൾ ഇങ്ങനെയാണല്ലോ ഊരാറുള്ളത്. ജുബ്ബ ധരിക്കുന്ന അല്ലെങ്കിൽ കന്തൂറ ധരിക്കുന്ന ആളുകൾക്ക്, കമീസ് ധരിക്കുന്ന ആളുകൾക്കറിയാം, അത് പൊക്കിയിട്ട് നമ്മുടെ തലയുടെ മുകളിലൂടെയാണ് ഊരിയെടുക്കുക. ഹബീബായ മുത്തനബി പറയുകയാണ്, ഒരു മനുഷ്യന് വ്യഭിചരിച്ചാലോ അതല്ലെങ്കിൽ മദ്യപിക്കുകയാണെങ്കിലോ, നസഅല്ലാഹുൽ ഈമാൻ കമാ യഖ്ലഉൽ ഇൻസാനു അൽ ഖമീസ്, മനുഷ്യർ കമീസ് മുകളിലൂടെ വലിച്ചൂരുന്നത് പോലെ മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും ചെയ്തവൻ്റെ ഈമാനിനെ അല്ലാഹു ഊരിക്കളയുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒരാൾ വ്യഭിചരിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, അതല്ലെങ്കിൽ മദ്യപിക്കാൻ തീരുമാനിച്ചാൽ അവനിൽ നിന്ന് അവൻ്റെ ഈമാൻ പുറത്തു പോകുന്നതാണ്. എന്നിട്ട് ഹദീസിൽ ഹബീബായ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്, ഓരോ മനുഷ്യൻ്റെയും ഈമാൻ എന്ന് പറയുന്നത് അവൻ്റെ തലയുടെ മുകളിൽ
മുകളിൽ ഒരു തണലായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തലക്ക് മുകളിൽ ഒരു തണലായിക്കൊണ്ട് അവൻ്റെ ഈമാൻ സദാസമയവും അവൻ്റെ കൂടെയുണ്ടാകും. എന്നാൽ ഒരു മനുഷ്യനെ വ്യഭിചരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ, മദ്യപിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്ന് വേണ്ട, ഹറാമ് ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഖറജ മിൻഹുൽ ഈമാൻ, അത് കണ്ടുകൊണ്ട് ഈമാൻ അവിടെ നിൽക്കൂല. ഈമാനിൻ്റെ പണി നോക്കി പോകുന്നതാണ്. സഹോദര, ഇതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളല്ല, നാട്ടിലും വളർന്നു വരുന്ന ചെറുപ്പക്കാരോട് പറയേണ്ടതാണ്. രക്ഷിതാക്കളാകുന്ന നിങ്ങളും ഇത് കേൾക്കേണ്ടത് തന്നെയാണെങ്കിലും ആർക്കാണ് ഇതിന് സമയമുള്ളത്? ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കണമെന്ന് കരുതും. ജുമാ കഴിഞ്ഞ് ദുആ കഴിഞ്ഞാലുള്ള അവസ്ഥ കാണുമ്പോൾ കിതാബും മടക്കിയിട്ട് റൂമിലേക്ക് പോകാനാണ് മനസ്സിൽ വരുന്നത്. കാരണം ഇന്ന് ഈമാൻ എന്ന് പറയുന്നത് അകന്നുകൊണ്ടിരിക്കുകയാണ്. അറിവ് എന്ന് പറയുന്ന സംഗതി ഒരാൾക്കും ആവശ്യമില്ലാത്ത കാലഘട്ടം സംജാതമാവുകയാണ്. ഇത് ഖിയാമത്ത് അടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നാട്ടിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന മദ്യപാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്, ഇന്ന് ലഹരിക്കെതിരെ പ്രവർത്തിക്കേണ്ട ആളുകൾ പോലും അതിൻ്റെ ഉപഭോക്താക്കളും അതിൻ്റെ ക്രയവിക്രയം നടത്തുന്ന ആളുകളുമായി വാർത്താ മാധ്യമങ്ങൾ നമ്മളെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂൽ മഹാനായ അബുൽ ലൈത്ത് തങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണേ, അതുപോലെ ലഹരി ഉപയോഗത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം അങ്ങനെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 കാര്യങ്ങൾ, അഥവാ ഒരാളും ഇഷ്ടപ്പെടാത്ത, ആരും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത 10ഓളം വരുന്ന നീചമായ പ്രവർത്തന കാര്യങ്ങൾ അവനിൽ ഉണ്ടാകുന്നതാണ്. ഒരാൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10 വളരെ മോശമായ കാര്യങ്ങളുണ്ടാകും. ഒന്നാമത്തതായിട്ട് അബൂൽ ലൈത്ത് തങ്ങൾ പറയുകയാണ്, ഇദാ ശരിബൽ ഖംറു, ഒരാൾ മദ്യപിച്ചാൽ, അതല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഏതാവട്ടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, യസീറു ബിമൻസിലത്തിൽ മജ്നൂൻ, അവൻ ഭ്രാന്തനെ പോലെയാവുകയാണ്. ശരിയല്ലേ? അവൻ്റെ മുന്നിൽ കാണുന്നതൊരു മരമാണെങ്കിലും അതിനെ ഒരാളായിട്ടാണ് അവനെന്ത് ചെയ്യുക? സംസാരിക്കുക. അതാണല്ലോ കവി പറഞ്ഞത്, കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തിൽ അടരാമ, തല്ലോളം അകത്ത് ചെന്നാൽ ഈ ലോകം തരികിടതിത്തൈ. സാധനം അങ്ങനെയാണ്. അള്ളാഹു സ്വർഗത്തിൽ പോയിട്ട് കള്ളുടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ ആമീനൊരു സൗണ്ടില്ലേ? ഇവിടുന്നല്ല പടച്ചോനെ, ഇവിടുന്ന് വെച്ചിട്ട് ആമീൻ പറഞ്ഞല്ലോ. സ്വർഗത്തിൽ പോയി കുടിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒരാൾ മദ്യപിച്ചാൽ, ഈ ഖംറ്, ഇതാ ശരിബൽ ഖംറു എന്നതിൽ മദ്യപാനം എന്ന് മാത്രം ചെയ്യരുത്, ചിന്തിക്കരുത്. ഖംറ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറപ്പിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ താഴെ ഒരു മറ വെച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശം തീരെ പുറത്തേക്ക് വരാതെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഇരുട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഖംറ് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, അഥവാ ബുദ്ധിയെ മറപ്പിക്കുന്നത് എന്നാണ്. അല്ലാതെ കള്ള് എന്ന് മാത്രമല്ല, ബുദ്ധിയെ മറപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരാൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഹബീബായ മഹാനായ അബൂൽ ലൈത്ത് തങ്ങൾ പറയാണ്, യസീറു ബിമൻസിലത്തിൽ മജ്നൂൻ, അവൻ ഭ്രാന്തൻ്റെ കോലത്തിലാണ്. ഇന്ന് വരെ ഒരാളും കള്ള് കുടിച്ച ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കള്ള് കുടിച്ചിട്ട് നമ്മുടെ നാട്ടിലൂടെയൊക്കെ എന്തെല്ലാം തോന്നിവാസങ്ങൾ വിളിച്ച് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഇദാ ശരിബൽ ഖംറു യസീറു ബിമൻസിലത്തിൽ മജ്നൂൻ. അപ്പോൾ ഒരാൾക്ക് ഭ്രാന്തായി കഴിഞ്ഞാൽ അത് കാണുന്ന നമ്മളെ സംബന്ധിച്ച് ചിരിക്കാൻ വകുപ്പുണ്ട് അല്ലേ? അപ്പോൾ ഫയസീറു ബിമൻസിലത്തിൽ മജ്നൂൻ ഫയസീറു ലഹിഖത്തുൽ ലിസ്ബിയാനി വമദ്മൂമൻ ഇൻദൽ ഉഖലാ. കുട്ടികൾക്കൊക്കെ അത് ചിരിക്കാനൊരു കാരണവുമായി നല്ല ബുദ്ധിയും തൻ്റെ ഇടവുമുള്ള ആളുകൾ അവനെക്കുറിച്ച് ചിന്തിക്കുക, എന്തൊരു പണിയാണ് അവൻ ചെയ്തത്. ബുദ്ധിയുള്ളവൻ അങ്ങനെ ചിന്തിക്കുക. കുട്ടികൾ അവനിങ്ങനെ പാമ്പിനെ പോലെ പോകുന്നത് കണ്ടാൽ കുട്ടികളെന്ത് ചെയ്യും? ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ മദ്യപാനിക്കുണ്ടാകുന്ന ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത്തത്, ഇന്നഹ മുദ്ഹിബത്തുല്ലിൽ അഖ്ലി മുത്ലിഫത്തുല്ലിൽ മാൽ, സമ്പത്തിനെ നശിപ്പിച്ച് കളയുകയും ബുദ്ധിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ശരിയാണല്ലോ?
കള്ളു കുടിച്ച മനുഷ്യനക്ക് ഉമ്മേത് പെങ്ങളേതും തിരിയില്ല, മരമേത് മനുഷ്യനേതെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞതെന്ത്, അവൻ്റെ സമ്പത്തിനെ നശിപ്പിക്കാനും അതുപോലെ തന്നെ അവൻ്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്താനും അത് കാരണമാകുന്നു. രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, അന്ന ശുർബഹ സബബുല്ലിൽ അദാവതി ബൈനൽ ഇഖ്വാനി വൽ അസ്ദിഖായി. തൻ്റെ സഹോദരന്മാർക്കിടയിലും മാതാപിതാക്കൾക്കിടയിലും അയൽവാസികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും നല്ല ശത്രുതയുളവാക്കാൻ അത് കാരണമാകുന്നു. കാരണം എന്താ, നല്ല രീതിയിൽ പോണ സമയത്ത് സലാം പറഞ്ഞ് കൈ പിടിച്ചിരുന്ന ആളാണ്. ഇത് രണ്ടെണ്ണം അങ്ങോട്ട് ഇട്ട് വരുമ്പോൾ പിന്നെ പള്ളിക്കല ഖത്തീബാണ് പ്രസിഡൻ്റാണെന്നൊന്നും ഓനക്കുണ്ടാവില്ല. അപ്പോൾ ഓനെന്ത് ചെയ്യും, ഓനക്ക് തൊള്ളയിൽ എന്തേ വന്നത് ഓനത് വിളിച്ചു പറയും. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അവനെ നമ്മൾ കൈകാര്യം ചെയ്യും. അതുകൊണ്ടാണ് കൂട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും ശത്രുതയുണ്ടാകാൻ അത് കാരണമാകുന്നു. നാലാമത്തെ പ്രത്യേകത, അല്ലാഹ് എന്ന ചിന്തയിൽ നിന്നും നിസ്കാരത്തിൽ നിന്നുമൊക്കെ അവനത് തടയുന്നു എന്നുള്ളതാണ്. നിസ്കാരത്തിൽ നിന്നും അല്ലാഹ് എന്ന ചിന്തയിൽ നിന്നും മദ്യപാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്ന ആ വലിയ വിപത്ത് അവനെ തടയുന്നു. അഞ്ചാമത്തതോ വൽ ഖാമിസതു അന്ന ശുർബഹ യഹ്മിലുഹു അലസ്സിനാ لأنه إذا شرب الخمر يمكن أن يطلق امرأته وهو لا يشعر. അഥവാ ഒരാൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ വ്യഭിചാരം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല മനസ്സിലാക്കണം. ഒരാൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ വ്യഭിചരിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താ, ഒരു അന്യ പെണ്ണുമായിട്ട് എന്തെങ്കിലും ബന്ധം എന്നതാണ് നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അല്ല, അവൻ്റെ ബുദ്ധിയുടെ സമനില നഷ്ടപ്പെടുന്നു. അവൻ്റെ ബുദ്ധിയുടെ സമനില നഷ്ടപ്പെടുമ്പോൾ വീട്ടിലേക്ക് കയറി വന്നാൽ സ്വാഭാവികമായും നമ്മുടെ ഭാര്യമാർ നമ്മളോട് കയർക്കും. ആ കയർക്കുന്ന സമയത്ത് ഒരു പക്ഷേ അവൻ്റെ സംസാരത്തിലൂടെ ഭാര്യയെ തൊലാക്ക് ചൊല്ലിയിട്ടുണ്ടാവും. പക്ഷേ വഹുവലായ യശ്ഉർ, ആ സംഗതി അവൻ അറിഞ്ഞിട്ടേ ഇല്ല. സംഗതി ഇവിടെ തലാക്ക് നടന്നിട്ടുണ്ടാവും. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരമാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതെന്താണ്, അത് വ്യഭിചാരമാണ്. അല്ലാഹു കാക്കട്ടെ. ഇന്നിപ്പോൾ അതാണ്. ഇന്ന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തമാശ രൂപത്തിൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതങ്ങോട്ട് ഭയങ്കര സംഭവമാക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, തൊലാക്കിൻ്റെ വാചകങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ സമുദായം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ വ്യഭിചാരത്തിനുള്ള സാധ്യത കൂടുതലാകാൻ കള്ള് കുടിച്ച് ലക്കുകെട്ട് മത്തായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകൾ ഒരു പക്ഷേ ഭാര്യയെ തൊലാക്ക് ചെല്ലാനും തൊലാക്ക് സംഭവിക്കാനും ഉതകുന്നതായി കഴിഞ്ഞാൽ ആ വർത്തമാനം പറഞ്ഞ ശേഷം ആ ഭാര്യയുമായി നമ്മൾ ബന്ധത്തിലേർപ്പെട്ടാൽ എന്താണ്, കുഞ്ഞുമോനൊക്കെ ചിരിക്കുകയാണ്, കാര്യം പറയും, അതെന്താണ്, അത് വ്യഭിചാരമാണ്. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ അത്രത്തോളം പ്രയാസകരമായൊരവസ്ഥ അതിൽ നിന്നുണ്ട്. അപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ആറാമത്തത് മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്ത്, ലഹരി എന്ന് പറയുന്നത്. എല്ലാ തിന്മയുടെയും താക്കോലാണ്. 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് സൗകര്യപ്പെട്ടാൽ എന്ത് ചെയ്യാം, പറയാം. അള്ളാഹു എന്ത് ചെയ്യട്ടെ, തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉള്ള സമയം പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ ദിക്റുകൾ ചെയ്ത് അള്ളാഹുവിന് ദിക്റ് ചൊല്ലി പടച്ച റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ജീവിതം ചിട്ടപ്പെടുത്താനുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിയണം. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെ വഴിക്കാണ്ട് വിട്ടുകൊടുക്കുക. എല്ലാം പടച്ച റബ്ബിലേക്ക് തവക്കുൽ ചെയ്യുക. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട്, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അള്ളാഹിൻ്റെ ഖുർആൻ പറയാണ്, എനിക്കൊന്നും സംഭവിക്കൂല,
ഇല്ലാ മാ കതബല്ലാഹു ലനാ, എൻ്റെ റബ്ബ് കണക്കാക്കിയതല്ലാതെ. അത് പ്രയാസങ്ങളാവട്ടെ, പ്രതിസന്ധികളാവട്ടെ, സന്തോഷങ്ങളാവട്ടെ, സങ്കടങ്ങളാവട്ടെ, എന്ത് തന്നെയായാലും എൻ്റെ റബ്ബ് കണക്കാക്കിയതല്ലാതെ എനിക്കൊന്നും സംഭവിക്കൂല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഖൽബിനകത്ത് ഈമാനുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്തോളൂ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളായി പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പടച്ച റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ചിട്ടപ്പെടുത്തുക. ഒരു ടെൻഷൻ വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ പിന്നെ നിസ്കരിക്കൂല, പിന്നെ നോമ്പെടുക്കൂല, പിന്നെ പള്ളിയിലേക്ക് വരൂല, പിന്നെ ജമാഅത്തിനുണ്ടാവില്ല. ഇതൊന്നും എന്തല്ല, ഇതുമായി ബന്ധപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളല്ല. സദാസമയവും നമ്മുടെ നാവ്, അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞല്ലോ, ലാ യസാലു ലിസാനക റത്ബൻ മിൻ ദിക്രില്ല, നിന്റെ നാവ് പടച്ച റബ്ബിൻ്റെ ദിക്റ് കൊണ്ട് നനഞ്ഞുകൊണ്ടിരിക്കണം, സദാസമയവും ദിക്റിലായിക്കൊണ്ടിരിക്കണം എന്ന. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്റ് ധാരാളമായി ഹബീബായ തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് സ്വർഗത്തിലെ നിധി എന്നാണ്. എവിടുത്തെ? സ്വർഗത്തിലെ നിധി എന്നാണ്. അപ്പോൾ അത്രത്തോളം പദവി അതിനുണ്ടെങ്കിൽ മാത്രമല്ല, ആ ലാ ഹൗല വലാ ഖുവത എന്ന് പറയുന്ന ആ ദിക്റ് 99 വരുന്ന രോഗങ്ങൾക്കുള്ള മരുന്നാണ്. ഏത് മെഡിക്കൽ സ്റ്റോറുകൾ പോയാലും ഒരു പക്ഷെ ഒരു 3, 4, 5 രോഗങ്ങൾക്ക് ഒരു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മരുന്ന് ഉപയോഗിക്കാൻ പറ്റും. 99 രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുന്ന അലോപ്പതി മരുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞോളി, കിട്ടൂല. ആ മരുന്നാണ് ഏത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പറഞ്ഞതാരാണ്? ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി അതിന് പേരിട്ടത് സ്വർഗത്തിലെ നിധി എന്നാണ്. അപ്പോൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ഈ ദിക്റൊക്കെ ധാരാളമായിട്ട് എന്ത് ചെയ്യുക, അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന് ദിക്റ് ചെല്ലാൻ, ധാരാളം ദിക്റ് ചെല്ലാനും അവനെ വഴിപ്പെട്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരൊരു പാവപ്പെട്ടൊരു സഹോദരിയുടെ വീട് പണി പറഞ്ഞിട്ടുണ്ട്. പോകുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകണമെന്നറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സലാം സുഹരിയുടെ പ്രിയപ്പെട്ട വല്യുപ്പ ഈ അടുത്ത് മരണപ്പെട്ടു. ഞാനൊക്കെ ചെറുപ്പകാലം മുതൽ മൂപ്പരുടെ മഹല്ലിലാണ് പഠിച്ചത്. അക്കാലം മുതൽ ഒരു ചെറിയൊരു ചായ കച്ചവടവുമായിട്ട് കാലങ്ങളോളം, അഥവാ എൻ്റെ വയസ്സോളം എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല, ഒരു 4-5 വർഷമായിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ നിർത്തിയിട്ട്. അത്രയും കാലം ഒരു ചായ കച്ചവടം നടത്തി എല്ലാവർക്കും സുപരിചിതനായ ഒരു സഹോദരനായിരുന്നു. രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ സ്വർഗം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഈ അടുത്ത് മരണപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മഷൂദിൻ്റെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ കൈസ്, ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വിട പറഞ്ഞവരാണ്. നമ്മുടെ ഉറ്റവരും ഉടയവരുമൊക്കെയാണ് നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തൊക്കെ കിടക്കുന്നത്. അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഇനി സന്ദർഭോചിതമായിട്ടൊരു കാര്യം കൂടി പറയാം. നിങ്ങളോട് പറഞ്ഞാൽ മതി, അത് പിന്നെ എല്ലാവരും അറിയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറയാം. ചില മരണങ്ങൾ നടക്കുമ്പോൾ എത്തിപ്പെടാൻ പരമാവധിയും അതിൻ്റെ അങ്ങേപ്പുറം ഇറക്കുകയും, പിന്നെ പരമാവധിയും അതിൻ്റെ അങ്ങേപ്പുറവും വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യലുണ്ട്? ഞാൻ നല്ല ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അള്ളാഹ് ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞ ഇൽമ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അള്ളാഹ്. അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഇതിൻ്റെ സവാബിന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. മറ്റ് സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, മശായിഖന്മാരെ ഹദ്റത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്.
അള്ളാഹുവെ ഞങ്ങളുടെ നാട്ടിലെ ഈമാനികമായ ആവേശം നിലനിർത്തണം റഹ്മാനെ. ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ പ്രതിസന്ധികളുമൊക്കെ മാറ്റണേ റഹ്മാനെ. അള്ളാഹുവെ ഈ പരിശുദ്ധമായ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നിൻ്റെ സുഖലോക സ്വർഗത്തിൽ ഞങ്ങളെ ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. ജീവിക്കുന്ന കാലം മുഴുവൻ ഇസ്സത്തോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ആരും പറഞ്ഞു തരാതെ സന്തോഷത്തോടെ പറഞ്ഞ് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ നോട്ടവും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ഹറക്കാത്ത് സക്കനാത്തുകളെല്ലാം നീ പൊരുത്തപ്പെട്ട മാർഗത്തിലാക്കണം റഹ്മാനെ. അള്ളാഹുവെ ഫസാദിനെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഫിത്നയെ തൊട്ട് കാക്കണേ അള്ളാഹ്. ഈമാനികമായ ആവേശം ഞങ്ങളുടെ മഹല്ലത്തിലും പരിസര മഹല്ലത്തുകളിലും ഞങ്ങളുടെ നാട്ടിലും നീ നൽകണം റഹ്മാനെ. നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വാർത്തകളൊക്കെ നല്ല വാർത്തകളല്ല റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ നാടിനെ കാക്കണേ അള്ളാഹ്. വളർന്നു വരുന്ന തലമുറയെ കാക്കണേ റബ്ബേ. അവർ കാരണം ഞങ്ങൾ സമാധാനം നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അള്ളാഹുവെ മാതാപിതാക്കൾ എത്ര പേര് വിഷമിക്കുന്നവരുണ്ട് മക്കൾ കാരണം. പിഞ്ചോമന മക്കൾ പോലും മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന വർത്തമാനം 50 60 വയസ്സുള്ള ആളുകൾ പറയാത്ത വർത്തമാനങ്ങളാണ്. അള്ളാഹുവെ മക്കൾക്ക് ബോധം നൽകണേ റബ്ബേ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ പലവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ മജ്ലിസിൽ നിന്നോട് ആമീൻ പറയുന്നവരുണ്ട്. അള്ളാഹുവെ മുറാദുകളൊക്കെ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റണേ അല്ലാ. ഇന്ന് ജുമാക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ പരിചയത്തിലുള്ള കുറുകത്താണിയിൽ ഉള്ള ആയിഷ എന്ന് പറയുന്നൊരു സഹോദരി, ആ സഹോദരിയുടെ പ്രിയപ്പെട്ട മകൾ വിളിച്ച് ഉമ്മയെ MRI സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. ഒരു പ്രത്യേകമായ രോഗം, എന്താണെന്നൊരു പിടിയുമില്ലാത്ത രോഗം. അവസാനം ചികിത്സിച്ച് ഒരു ഈർക്കിളി പോലെ മെലിഞ്ഞൊറ്റിയ വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തോ ഒരു പ്രത്യേകമായ വൈറസ് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരത്തിൽ കയറി കൂടിയിട്ടുണ്ട്. കണ്ണിൻ്റെയും അതുപോലെ തന്നെ തലയുടെയും ഒക്കെ ഞരമ്പുകൾക്ക് ബ്ലോക്ക് ബാധിച്ച് വലിയ പ്രയാസമാണ്. തലച്ചോറിനത് ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് 2 ആഴ്ച മുമ്പ് ഡോക്ടർമാർ പറഞ്ഞതാണ്. ഇന്നത്തെ പരിശോധനയിൽ അത് തലച്ചോറിലേക്ക് ബാധിക്കുന്നു എന്ന നിഗമനത്തിലേക്കാണ് ഡോക്ടർമാരെത്തിയിട്ടുള്ളത്. കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെന്ന് ആ മകൾ വിളിച്ച് പൊട്ടിക്കരഞ്ഞത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ്. അള്ളാഹുവെ ഷാഫിയായ കാഫിയായ റബ്ബെ നീ ശിഫയാക്കണേ റബ്ബെ. നീ വിചാരിച്ചാൽ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല റബ്ബെ. അള്ളാഹുവെ നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവെ നീ ശിഫ നൽകണേ അല്ലാ. അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ റബ്ബെ. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. ഇന്നലെ ഒരു പ്രിയപ്പെട്ട പൊന്നുമോൻ, നമ്മുടെ നാടിൻ്റെ സമീപത്തുള്ള ഒരു പ്രിയപ്പെട്ട 6 വയസ്സ് പ്രായമുള്ളൊരു പ്രിയപ്പെട്ട കുട്ടി, ആ കുട്ടിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു എന്നറിയില്ല. എല്ലാ സമയത്തും ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂത്രദ്വാരത്തിൻ്റെ മുകളിൽ പൊക്കിളിനോട് താഴെയായിട്ടൊരു ദ്വാരം സൃഷ്ടിച്ചിട്ട് ഒരു പ്രത്യേകമായ ബാഗ് വെച്ചിട്ട് അതിലേക്ക് മൂത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ ഡ്രസ്സ് നനയാൻ തുടങ്ങും. ഉടനെ അത് വൃത്തിയാക്കി കൊടുക്കണം. ഞാൻ ആ കുട്ടിയേക്കാൾ കൂടുതൽ ചിന്തിച്ചത് ആ കുട്ടിയുടെ ഉമ്മയെക്കുറിച്ചാണ്. വല്ലാതെ വേദന തോന്നിപ്പോയി. നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ തന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അള്ളാഹുവേ നീ കാക്കണേ റബ്ബേ. കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ അങ്ങനെയുള്ള രോഗങ്ങൾ. നല്ല ആരോഗ്യത്തോടെ നടന്നിരുന്നവർ പെട്ടെന്ന് കാണുന്നില്ല. എന്തേ? തളർന്നിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങൾ വന്നിട്ടുണ്ട്. എന്തെന്നില്ലാത്ത പ്രയാസങ്ങൾ. അള്ളാഹുവേ നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ. അടുത്ത ദിവസം നമ്മുടെ മുസ്തഫക്ക മരിച്ചു ഐദർസ് പള്ളിയുടെ മഹല്ലത്തിൽ. അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വന്നു. ദിവസങ്ങളായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട്. വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് അത് സന്തോഷം പറഞ്ഞു, ഞാനിന്ന് ചോറ് കഴിച്ചു ഉസ്താദേ. ഇന്നും മനസ്സിൽ നിന്ന് അതൊന്നും പോകുന്നില്ല. അപ്പം ഞെട്ടറ്റി വീഴുന്ന പഴുത്ത ഇലകൾ പോലെ പച്ച മനുഷ്യരിങ്ങനെ അടർന്ന് വീഴുകയാണ്. ഓരോ മുഅ്മിനിൻ്റെ മനസ്സിലും ഇതൊക്കെ ഉണ്ടാവണം. അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കൾക്കൊക്കെ നല്ല ബോധം നൽകണേ റഹ്മാനെ. അള്ളാഹു ഒരു വക്ത നിസ്കാരം പോലും ഖലാ ഇല്ലാതെ ഞങ്ങളെ നീ മുന്നോട്ട് കൊണ്ടുപോകണേ അള്ളാഹ്. പരമാവധി ആണുങ്ങളാണെങ്കിൽ ജമാഅത്തായി നിർവഹിക്കാൻ അള്ളാഹുവെ ഭാഗ്യം നൽകണേ റബ്ബേ. ജമാഅത്തായി നിസ്കരിക്കുക എന്നത് ചില്ലറ സംഭവമല്ല. അള്ളാഹുവെ ഞങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ഒരു റക്അത്ത് പോലും ഒരു വക്ത് പോലും ഖലാ ഇല്ലാത്തൊരവസ്ഥ നൽകണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാഹ്. പല വെള്ളിയാഴ്ചകളിലും പലവിധ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ ഈ സാധുക്കൾ ഉള്ളതിൽ നിന്ന് സംഭാവന നൽകുന്നവരാണ്. ഞാൻ എൻ്റെ സ്വകാര്യ പ്രാർത്ഥനകളിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. പടച്ചോനെ നിങ്ങളെ കയ്യിൽ ഹലാലായ സമ്പത്ത് അല്ലാഹു തരട്ടെ. അങ്ങനെ ഞങ്ങൾ ചെയ്തത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പടച്ചോനെ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് വലിയ വലിയ പരാജയങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. മാറാ
രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ, പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട സുഹൃത്ത് സലാം സുഹരിയുടെ വല്യപ്പ, അള്ളാഹുവെ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണേ അല്ലാ. ഖബർ വിശാലമാക്കണം റഹ്മാനെ. ഒരുപാട് കാലം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച സഹോദരനാണ് അള്ളാഹുവെ, അതിനൊക്കെ സ്വർഗം നീ പ്രതിഫലം നൽകണം റഹ്മാനെ. അനുഭവിച്ച വേദനകൾക്കും രോഗങ്ങൾക്കും പകരമായി നിൻ്റെ സ്വർഗം നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളും മരിക്കും, ഞങ്ങളും ഒരു ദിവസം മയ്യത്താവും. ഞങ്ങളുടെ വീട്ടുമുറ്റത്തും ആളുകൾ തടിച്ചുകൂടും, ഞങ്ങളെയും മറ്റുള്ളവർ കുളിപ്പിക്കും, ഞങ്ങളെയും മറ്റുള്ളവർ കഫൻ ചെയ്യും. അള്ളാഹുവെ അങ്ങനെയുള്ളൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനുള്ള തോക്കത്ത് ഞങ്ങൾക്കില്ല റബ്ബെ. ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് ഈമാൻ നൽകണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.